ഹായ് കൂട്ടുകാരെ, ഇന്നൊരു റോഡ് ട്രിപ്പാണ്. അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു റോഡ് ട്രിപ്പ്. 7 വർഷം കൊണ്ട് തമിഴ്നാട് മാറിയ മാറ്റം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു. അത് രാവിലെ തന്നെ ഈ യാത്ര തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ഇത് തന്നെയാണത്. രാത്രി 10 മുതൽ രാവിലെ 5 വരെ ട്രക്കുകൾക്കും ലോറികൾക്കും NH66ലേക്ക് യഥേഷ്ടം പ്രവേശിക്കാനാകും ചരക്ക് നീക്കത്തിനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഈ സമയം ഒഴിവാക്കിയാണ് യാത്ര ചെയ്യാറ്. അതിരാവിലെ തന്നെ തമിഴ്നാടിന്റെ ഭംഗിയൊന്ന് നോക്കിക്കേ. മലനിരകളും പച്ചപ്പും അടിപൊളിയാണ് കേട്ടോ. ഉദയസൂര്യൻ മലനിരകൾക്കിടയിലൂടെ പൊങ്ങി വരുന്നത് കാണാൻ നല്ല അടിപൊളിയാണ്. ലക്ഷദ്വീപിനെ അനുസ്മരിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പിന്റെ കലവറയും ഇവിടെ സുലഭമാണ്. കേരളത്തിലേക്ക് വരുന്ന 60% കരിക്കിന്റെ ഉത്ഭവവും ഇവിടെ നിന്ന് തന്നെയാണ്. കളിയിക്കവിടെ മുതൽ ആരൽവേ മൊഴി വരെ പണ്ട് കേരളത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഈ ഒരു ഭാഗത്തെ ടെറൈൻ കേരളവുമായി ഏറെ സാമ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആരൽവേ മൊഴിക്ക് ശേഷം നമ്മൾ തിരുനെൽവേലി ബോർഡറിലേക്ക് കടക്കുമ്പോൾ സഹ്യ മലനിരകൾ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ ഭൂപ്രകൃതി കാരണം തമിഴ്നാടിന്റെ ഭൂപ്രകൃതിയുടെ യഥാർത്ഥമായിട്ടുള്ള പിക്ചർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിന് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സഹ്യ മലനിരകളാണെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നാഗർകോവിൽ വരെയുള്ള റോഡ് അത്ര മികച്ചതല്ലെങ്കിലും പലയിടത്തും റോഡ് മെയിൻ്റനൻസിന്റെ അഭാവം ഞാൻ കാണുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നാഗർകോവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ശേഷം ഒരു മാർക്കറ്റ് ഉണ്ട്. ഇതാണ് അപ്റ്റ മാർക്കറ്റ് കേട്ടോ, ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. വെജിറ്റബിൾസിന്റെ ഹോൾസെയിൽ ഡീലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് ബൈപ്പാസ് റോഡിലേക്കാണ്. ടോളുണ്ട്, പക്ഷെ അത് വർത്തായിട്ട് എനിക്ക് തോന്നി. അടിപൊളിയാണ് കേട്ടോ. റോഡ് നിലവാരം വളരെ നല്ലതായിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിൽ 1-2 തവണ തിരുനെൽവേലി പോയിട്ടുണ്ടെങ്കിലും ഈ റോഡ് എടുത്തിട്ടില്ല. ഇതാദ്യമായാണ് ഞാൻ ഈ റോഡിലോട്ട് പോകുന്നത്. അടിപൊളി റോഡാണ് കേട്ടോ. എക്സ്പ്രസ് ഹൈവേ റോഡാണ്. ബൈപ്പാസുകളിലും എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ നമുക്ക് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് റോഡിലെ വലത്തെ ട്രാക്ക് 80 കിലോമീറ്ററിന് മുകളിൽ സ്പീഡുള്ള വണ്ടികൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനോ സ്ലോ ഡൗൺ ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ ലെഫ്റ്റ് ട്രാക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി ചെയ്യാവുന്നതാണ്. എന്നാൽ എമർജൻസി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് വണ്ടി ലെഫ്റ്റ് ട്രാക്കിലേക്ക് മാറ്റി കീപ്പ് ചെയ്യുക. ഒരു 7 വർഷം മുമ്പാണ് ഈ ഭാഗത്തോട്ടൊക്കെ വന്നതായിട്ട് ഓർമ്മയുള്ളത്. എന്തൊരു മാറ്റം എന്നറിയാവോ, റോഡൊക്കെ പക്ക, ഹൈവേ ലൈൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ടോളുണ്ട് ഇപ്പോൾ, പക്ഷെ അത് വർത്താണ്. ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. 80, 90, 100 സുഖമായിട്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അടിപൊളിയായിട്ട്. അതിന് എവിടെ ഉണ്ടോ ഒരു ഇതിലാണെങ്കിലോ പാളയിലാണെങ്കിലോ രാജപുത്തൂരിൽ. തിരുനെൽവേലിക്ക് കുറച്ച് മുന്നേ ഉള്ള കാഴ്ചയാണ്. രാജപുത്തൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഈ അക്കാനി അഥവാ പതനി കൊണ്ടുവരുന്നത്. ഈ ഒരു സാധനം കാച്ചി കുറുകിയാണ് കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. കരിമ്പനകൾ ധാരാളമായി വളരുന്ന ഒരു കാലാവസ്ഥ തമിഴ്നാടിനുള്ളത് കൊണ്ടാണ് അക്കാനി, കരിപ്പട്ടി എന്നിവ ഇവിടെ സുലഭമായി ലഭിക്കുന്നത്. എന്നിരുന്നാലും ചൂട് അസഹനീയമാണ് കേട്ടോ. വഴിയോര കടയിൽ കണ്ടതാണേ. ഇത് കരുപ്പട്ടി, ഇത് ചുക്ക് കരുപ്പട്ടി, ഇത് പനങ്ങൾ കണ്ട് കൽക്കണ്ടം. ഇത് ചുക്ക് കരുപ്പട്ടി സാർ. ചുക്ക്, ഏലം, மிளகு எல்லாமே கலந்தது. இது பனங்கள் கண்டு. இது எவ்வளவு? இது 350 ரூபாய் கிலோ. சுக்கு கருப்பட்டி 240 ரூபாய் கிலோ. கருப்பட்டி 270 ரூபாய் கிலோ. வேற கருக்கி உண்டு. ഇതെന്താ அது ஷோகேஸ்க்காக வச்சிருக்கோம் சார். இந்த பாக்ஸ் காலி பாக்ஸ் മിനിമം 1/4 കിലോ സാർ. 250 എടുക്ക. ഒത്തിരി മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ പനം കർക്കണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ കൊള്ളാം. വേറെ ചുക്ക് കരുപ്പട്ടി, കരിപ്പട്ടി എവ്വളോ? 1/4 കിലോ മിനിമം. ഫ്രണ്ടിൽ വെച്ചിരുന്ന ഓലപ്പെട്ടിക്ക് ഡമ്മിയാണേ. മുമ്പ് ആ പെട്ടികളിലായിരുന്നു കരിപ്പട്ടിയെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയത്. കരിപ്പട്ടി നിർമ്മാണവും കൽക്കട്ട നിർമ്മാണവും രണ്ടും വ്യത്യസ്തമായ പ്രോസസ്സാണ്. അത് കാണണമെന്നുണ്ട്. അതിനുവേണ്ടി ഫാക്ടറിയിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടേ. മുമ്പൊരിക്കൽ വീട്ടിൽ അക്കാനി കിട്ടിയപ്പോൾ അമ്മ ഒരിക്കൽ കരിപ്പട്ടി ഉണ്ടാക്കിയായിരുന്നു. ഇതൊക്കെ ഫാക്ടറി உடன்குடி, திருச்செந்தூர் உடன்குடி அந்த ஏரியா ஃபுல்லாமே இந்த பதநீர். இந்த சீசன் இப்போதானே? ஆமாம், சீசன் தான். 1/4 കിലോ ചുക്ക് കരിപ്പട്ടിക്കും 1/4 കിലോ കൽക്കട്ടത്തിനും ഞങ്ങൾക്ക് ആയത് 140 രൂപയാണ്. തിരുനെൽവേലി ക്രോസ് ചെയ്ത് ജസ്റ്റ് മധുരയുടെ അടുത്ത് എത്താറായേ വലിയൊരു സൂര്യകാന്തി പാടം കണ്ടായിരുന്നു. എൻട്രി നിഷേധിച്ചുകൊണ്ട് ബോർഡൊന്നും കണ്ടില്ല. അതുകൊണ്ട് പതുക്കെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ അകത്ത് കയറി. ഏക്കർ കണക്കിന് സൂര്യകാന്തിയാണ് കേട്ടോ. എള്ള്, കോട്ടൺ എന്നിവയുടെ കൃഷിയും ഇവിടെ ഉണ്ട്. സമയം താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് നിർത്താൻ പറ്റിയില്ല. കൂട്ടുകാരെ, ട്രാക്ടറിന്റെ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന ഈ ഒരു മെഷീൻ കണ്ടോ? വഴിയരികിൽ തണൽ മരം നടാനുള്ള ഈസി വേ ആണ്, ഡ്രില്ലാണ്. തിരുനെൽവേലി ടു മധുരയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 2 സിമെന്റ് ഫാക്ടറീസ് ആണ്. ഇത് രാംകോ സിമെന്റിന്റെ ഫാക്ടറിയാണ് കേട്ടോ. ഏക്കർ കണക്കിന് കിടക്കുന്ന വലിയൊരു ഫാക്ടറി. എന്തോരം വലിപ്പം നോക്കിക്കേ. മറ്റൊന്ന് ന്യൂ ഇന്ത്യ സിമെന്റിന്റെ കുഞ്ഞു ഫാക്ടറി.
ഇതിനകത്ത് കയറി കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ട്. എവിടെ നിന്ന് അനുമതി എടുക്കണമെന്നോ എങ്ങനെ കയറണമെന്നോ ഒരു പിടുത്തമില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചാൽ അതും ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഫാക്ടറികൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നിശ്ചിത ഉയരത്തിലേക്ക് മാത്രമേ പാടുള്ളൂ എന്ന് നോംസ് ഉണ്ട്. ജനവാസ മേഖലയിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെങ്കിൽ വീണ്ടും ഉയരത്തിലായിരിക്കണം പുക റിലീസ് ചെയ്യേണ്ടത്. വായിച്ച് മനസ്സിലാക്കിയതാണേ. ഈ പുക നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിനെയും ശുദ്ധീകരിച്ചാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ മലിനീകരണം ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. മധുര എത്തിയപ്പോൾ കണ്ടതാണ് വിൻഡ് മില്ലിന്റെ ലീഫാണ്. എന്തോരം വലിപ്പം നോക്കിക്കേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.